സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ. തരും അവൻ പുതുമന്നഹാതു മതിയേ, തരും അവൻ പുതുമന്നഹാതു മതിയേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മാറായെ മധുരമാക്കി തീർക്കുമവൻ, മാറായെ മധുരമാക്കി തീർക്കുമവൻ. പറയെ പിളർന്നു ദാഹം പോക്കുമവൻ, പറയെ പിളർന്നു ദാഹം പോക്കുമവൻ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ. അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കാനാൻ ജീവിതമെനിക്കാനന്ദമേ, കാനാൻ ജീവിതമെനിക്കാനന്ദമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സങ്കേതവും, എന്റെ ബലവും എന്റെ സങ്കേതവും. എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ, എന്റെ രക്ഷയുമേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി.
എണ്ണമേറും പാപത്ത ഭാരമേറും ജീവിതം എണ്ണ വെറ്റിയ വിളക്കുമായി നീങ്ങിടും ജീവിതം വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാദ വീണ്ടും ഒരു ജനനം നൽകി ദേണമേ നാദ കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ എണ്ണമേറും പാപത്ത ഭാരമേറും ജീവിതം എണ്ണ വറ്റിയ വിളക്കുമായി നീങ്ങിടും ജീവിതം വീണുടഞ്ഞ മൺപാത്രമാണു ഞാൻ നാദ വീണ്ടും ഒരു ജനനം നൽകി ദേണമേ നാദ കരുണ തോന്നണേ എന്നിൽ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ പൂർവ പാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും പൂർവ പാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും ദൈവത്തിനാത്മാവ് എന്നിൽ നിർവീര്യമായി പാപമെന്നെ പാതാള വഴിയെത്തിച്ചു കരുണ തോന്നണേ നാദ അലിവു തോന്നണേ പാപിയാണു ഞാൻ നാദ പാപിയാണു ഞാൻ എഴുന്നള്ളിടുവാൻ മടിച്ചിടില്ലേ ദൈവമേ സ്നേഹവും കരുണയും ഒഴുകണേ നാദ എഴുന്നള്ളിടുവാൻ മടിച്ചിടില്ലേ ദൈവമേ സ്നേഹവും കരുണയും ഒഴുകണേ നാദ പത്തിരട്ടി സ്നേഹത്തോടെ തിരിച്ചു വന്നിടാൻ വീണ്ടും എന്നെ വഹിക്കണേ വിരിച്ച ചിറകുകളിൽ പത്തിരട്ടി സ്നേഹമോടെ തിരിച്ചു വന്നിടാൻ വീണ്ടും എന്നെ വഹിക്കണേ നിൻ വിരിച്ച ചിറകുകളിൽ എണ്ണമേറും പാപത്ത ഭാരമേറും ജീവിതം എണ്ണ വറ്റിയ വിളക്കുമായി നീങ്ങിടുന്നു ജീവിതം വീണുടഞ്ഞ മൺപാത്രമാണു നാദ വീണ്ടും ഒരു ജനനം നൽകിയിടേ
കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശുപരാ. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളു യേശുപരാ. ഞാനെന്തുള്ളു 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 യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. ദുഷ്ടരാം യൂതന്മാർ ഹിംസ ചെയ്തു നിന്നെ എത്രയോ, നീ പിടഞ്ഞു വേദനയാലെ അതും എൻ പേർക്കല്ലോ രക്ഷക. ഞാനെന്തുള്ളു 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 യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. നിന്തിരോ രക്തത്തിൻ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളിക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. നിന്തിരോ രക്തത്തിൽ തുള്ളികൾ തെറിച്ചു ക്രൂശതിൽ, അതിലോരോ തുള്ളിക്കും ഞാൻ എന്തു നൽകും മറുവിലയാ. ഞാനെന്തുള്ളു 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 യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. കാൽവരി ക്രൂശിന്മേൽ എനിക്കായി മരിച്ച കർത്തനേ, ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. ഞാനെന്തുള്ളു 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 യേശുപരാ. ഇത്രയേറെ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളു യേശുപരാ. യഹോവേ, നീ ദൂരത്ത് നിൽക്കുന്നതെന്ത്? കഷ്ടകാലത്ത് നീ മറിഞ്ഞു കളയുന്നതെന്ത്? ദുഷ്ടന്റെ അഹങ്കാരത്താൽ എളിയവൻ തപിക്കുന്നു. അവർ നിരൂപിച്ച ഉപായങ്ങളിൽ അവർ തന്നെ പിടിപെടട്ടെ. ദുഷ്ടൻ തന്റെ മനോരഥത്തിൽ പ്രശംസിക്കുന്നു. ദുരാഗ്രഹി യഹോവയെ ത്യജിച്ച് നിന്ദിക്കുന്നു. ദുഷ്ടൻ ഉന്നതഭാവത്തോടെ അവൻ ചോദിക്കയില്ല എന്ന് പറയുന്നു. ദൈവമില്ല എന്നാകുന്നു അവൻ്റെ നിരൂപണമൊക്കെയും. അവൻ്റെ വഴികളെല്ലാം ഇപ്പോഴും സഫലമാകുന്നു. നിന്റെ ന്യായവിധികൾ അവൻ കാണാനവണ്ണം ഉയരമുള്ളവ.
തൻ്റെ സകല ശത്രുക്കളോടും അവൻ ചീർന്നു. ഞാൻ കുലുങ്ങുകയില്ല, ഒരു നാളും അനർത്ഥത്തിൽ വീഴുകയുമില്ല എന്ന് അവൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവൻ്റെ വഴിയിൽ ശാപവും വ്യാജവും സഹാസവും നിറഞ്ഞിരിക്കുന്നു. അവൻ്റെ നാവിന്മേൽ ദോഷവും അതിക്രമവും ഇരിക്കുന്നു. അവൻ ഗ്രാമങ്ങളുടെ ഒളിവുകളിൽ പതിയിരിക്കുന്നു. മറുവിടങ്ങളിൽ വെച്ച് അവൻ കുറ്റമില്ലാത്തവനെ കൊല്ലുന്നു. അവൻ രഹസ്യമായി അഗതിയുടെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു. സിംഹം മുറ്റുകാട്ടിൽ എന്ന പോലെ അവൻ മറുവിടത്തിൽ പതുങ്ങുന്നു. എളിയവനെ പിടിപ്പാൻ അവൻ പതിയിരിക്കുന്നു. എളിയവനെ തൻ്റെ വലയിൽ പിടിച്ച് ചാടിച്ചു പിടിക്കുന്നു. അവൻ കുനിഞ്ഞ് പതുങ്ങിക്കിടക്കുന്നു. ആദികൾ അവൻ്റെ ബലത്താൽ വീണുപോകുന്നു. ദൈവം മറന്നിരിക്കുന്നു. അവൻ തൻ്റെ മുഖം മറച്ചിരിക്കുന്നു. അവൻ ഒരു നാളും കാണുകയില്ല എന്ന് അവൻ ഹൃദയത്തിൽ പറയുന്നു. യഹോവേ, എഴുന്നേൽക്കണമേ. ദൈവമേ, തൃക്കൈ ഉയർത്തണമേ. എളിയവരെ മറക്കരുതേ. ദുഷ്ടൻ ദൈവത്തെ നിന്ദിക്കുന്നതും നീ ചോദിക്കയില്ല എന്ന് തൻ്റെ ഉള്ളിൽ പറയുന്നതും എന്തിന്? നീ അത് കണ്ടിരിക്കുന്നു. തൃക്കൈ കൊണ്ട് പകരം ചെയ്യുവാൻ ദോഷത്തെയും പകയെയും നീ നോക്കിക്കണ്ടിരിക്കുന്നു. അഗതി തന്നെത്താൻ നിങ്ങൾ ഏൽപ്പിക്കുന്നു. അനാഥന നീ സഹായിയാകുന്നു. ദുഷ്ടൻ്റെ ഭുജത്തെ നീ ഒടിക്കണമേ. ദോഷിയുടെ ദുഷ്ടത ഇല്ലാതെ ആവുവോളം അതിന് പ്രതികാരം ചെയ്യണമേ. യഹോവ എന്നേക്കും രാജാവാകുന്നു. ജാതികൾ അവൻ്റെ ദേശത്തു നിന്ന് നശിച്ചു പോയിരിക്കുന്നു. ഭൂമിയിൽ നിന്നുള്ള മർത്യനെ ഭയപ്പെടാതെ ഇരിപ്പാൻ നീ അനാഥനും പീഡിതനും ന്യായപാലനം ചെയ്യേണ്ടതിന് യഹോവയെ നീ സാധുക്കളുടെ അപേക്ഷ കേട്ടിരിക്കുന്നു. അവരുടെ ഹൃദയത്തെ നീ ഉറപ്പിക്കുകയും നിന്റെ ചെവിയാഴ്ച കേൾക്കുകയും ചെയ്യുന്നു. ദൈവമേ, നിനക്ക് സ്തുതി. പൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലങ്ങൾ ഓർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം
ത്രിയേക ദൈവത്തിൻ്റെ ധന്യ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. 2025 ഈ പുതിയ വർഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ 2025 വർഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് കൂടി വരുവാൻ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നമുക്ക് ഒരു നിമിഷം കൂടി ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, അപ്പം നല്ലൊരു രാത്രിക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പം 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത നല്ല അപ്പ കർത്താവേ, നീ ഞങ്ങളെ സന്ദർശിപ്പാൻ കർത്താവേ ഇന്ന് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പം നീ നിൻ്റെ പരിശുശ്രൂഷ നാളുകളിൽ കർത്താവേ, അപ്പം ആ ബേദാനിയിലെ ചെറുഭവനത്തിൽ കർത്താവേ, ആ മാർത്തയുടെയും ലാസറിൻ്റെയും മറിയുടെയും ഭവനത്തിലേക്ക് കടന്നു വന്ന നല്ലവനായ യേശുവപ്പ, ഹല്ലേലൂയപ്പ. അപ്പം നീ ഞങ്ങളുടെ ദേശത്തേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പം നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിസ്സാരരും പൊടികളുമായി ഞങ്ങളെ സന്ദർശിപ്പാൻ അവിടെ നിന്ന് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഇവിടെ കൂടി വന്നിരിക്കുന്നു അപ്പം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല കർത്താവേ. ഞങ്ങൾ ആശയോടെ ഈ സമയം നിന്റെ മുഖത്തേക്ക് നോക്കുകയാണപ്പാ. ഞങ്ങൾ ലജ്ജിച്ചു പോകാത്തവരാക്കി ഞങ്ങളെ നിർത്തുന്നതിനോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ വീഴ്ചകളിലും താഴ്ചകളിലും പരാജയങ്ങളിലെല്ലാം നീ കൂടിയിരുന്നു കർത്താവേ. ഈ കഴിഞ്ഞ നാളുകളിൽ നീ ഞങ്ങളെ സംരക്ഷിച്ചതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഹല്ലേലൂയ കർത്താവേ. ഈ പുതിയ വർഷം കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഒരിക്കൽ കൂടി ഞങ്ങൾ പ്രതിഷ്ഠിക്കുകയാണപ്പാ. ഞങ്ങൾ യഹോവയ്ക്ക് വിശുദ്ധമെന്ന് ഞങ്ങളെ തന്നെ നേരുകയാണപ്പാ. ഹല്ലേലൂയ കർത്താവേ. അപ്പോൾ അവിടെ ഞങ്ങളോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് നിന്റെ പരിശുദ്ധാത്മാവിനെ കർത്താവെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് നീ അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഞങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ട് എൻ്റെ ജീവനുണ്ടാകുന്ന ദിവസമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ വചനം ഞങ്ങൾക്ക് വിഭാഗിച്ച് തരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ സ്വർഗത്തിൻ്റെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനും ചൈതന്യവും നൽകുന്ന വചനം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ദൂതന്മാരെ അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും അവിടുന്ന് വ്യക്തിപരമായി അറിയുന്നുവല്ലോ ദൈവമേ, സ്തോത്രം. അവരുടെ ഓരോ ആവശ്യങ്ങളോടും കൂടെ അവിടെ നിന്ന് ഇരിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ നീ അവരുടെ ഹൃദയങ്ങളിലേക്ക് നിന്ന് എഴുന്നള്ളി വരണമെന്ന ദിവസമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു കർത്താവെ. അവിടെ നീ ആരംഭ സമയം തന്നെ ഞാൻ വാതിക്കൽ നിന്നുമൊന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അരികിലും അവൻ എന്നോടുകൂടെയും പ്രവേശിച്ച് അവനോടുകൂടി അത്താഴം കഴിക്കുമെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ കർത്താവെ. ഇന്ന് അവിടുന്ന് അത്താഴം കഴിക്കുന്ന ദിവസമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പോൾ ഇന്ന് അനുഗ്രഹത്തിൻ്റെ ദിവസമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പോൾ സ്തോത്രം. ഞങ്ങൾ ഇവിടെ നിന്ന് കർത്താവെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പായി നാഥ നിന്റെ ആണിപ്പാടുള്ള കാര്യം ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങൾ എഴുന്നേൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എല്ലാ നന്മകൾക്കായി സ്തോത്രം, കൃപകൾക്കായി സ്തോത്രം. അടികൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട ഉത്തരം തരുമാറാകണം പിതാവേ, ആമേൻ. കഴിഞ്ഞ നാളുകളിൽ നാം ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവദൂതന്മാർ, ദൈവ തേജസ്സിൻ്റെ പ്രതിഫലനം എന്നായിരുന്നു നാം കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. ദൈവത്തിൻ്റെ ദൂതന്മാർ, ദൈവ തേജസ്സിൻ്റെ പ്രതിഫലനം. ദൈവദൂതന്മാരാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തേജസ്സും മഹത്വവും എല്ലാം നമുക്ക് പരിചിതമാക്കി തരുന്നത്. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവദൂതന്മാരുടെ ശുശ്രൂഷയെക്കുറിച്ചും അവരുടെ ആരാധനയെക്കുറിച്ചുമാണ് ചിന്തിക്കാനാണ് ഞാൻ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നത്. ദൈവദൂതന്മാരുടെ ശുശ്രൂഷ, ദൈവദൂതന്മാരുടെ ആരാധന. ചില ചുരുങ്ങിയ സമയങ്ങൾ നമുക്ക് സ്വർഗത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്വർഗരാജ്യത്തിൻ്റെ ദർശനം നൽകുവാനാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്.
നാം ഈ ഭൂമിയിൽ ശരീരം കൊണ്ടിരിക്കുന്നു എങ്കിലും നമുക്ക് ആത്മാവിൽ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്കൊരു അവസരം തരികയാണ്. എങ്ങനെയാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുക? നമുക്കറിയാം, നമ്മൾ പാപികളാണ്. പാപികളായ നമുക്ക് എങ്ങനെ സ്വർഗത്തിൻ്റെ ദർശനം ലഭിക്കും? ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ മനുഷ്യജാതിക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമാണ് നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. യേശുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഒന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗരാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാനുള്ള ഏക പോംവഴി. സ്വർഗരാജ്യത്തിൽ സർവശക്തനായ ത്രിയേക ദൈവത്തിൻ്റെ രാജകീയ സിംഹാസനത്തിന് ചുറ്റും ദൂതന്മാരുടെ ഒരു സൈന്യമുണ്ട്. ഏറ്റവും സമീപത്തായിട്ട് കെരൂബുകളും അതിനോട് ചേർന്ന് സാറാഫുകളും, അതിനുശേഷം സിംഹാസനങ്ങൾ, അധികാരങ്ങൾ, വാഴ്ചകൾ, ശക്തികൾ, പ്രധാന ദൂതന്മാരുടെ 9 ഗായക സംഘങ്ങൾ, അവയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ത്രിയേക ദൈവത്തിൻ്റെ രാജകീയ സിംഹാസനത്തിന് ചുറ്റും കെരൂബുകൾ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. കെരൂബുകൾ, അടുത്തായിട്ട് സാറാഫുകൾ അതിനോട് ചേർന്ന് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതിനുശേഷം സിംഹാസനങ്ങൾ, അധികാരങ്ങൾ, വാഴ്ചകൾ, ശക്തികൾ, പ്രധാന ദൂതന്മാരുടെ 9 ഗായക സംഘങ്ങൾ, ഇവയെല്ലാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എപ്പോൾ ഏത് സമയം സ്വർഗത്തിലെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാലും അവിടെ സ്വർഗീയ ആരാധനയാണ് നമുക്ക് കാണുവാൻ കഴിയുക. സ്വർഗീയ ദൂതന്മാരോട് ചേർന്ന് നമുക്കും ഇന്ന് പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധ ആത്മാവിനെയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു ചെന്നാൽ നമുക്കുള്ള ഏക ജോലി ഈ ദൂതന്മാരോട് ചേർന്ന് നിന്നുകൊണ്ട് പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എങ്ങനെ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഈ സ്വർഗത്തിലെ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും? അതിന് വേണ്ടതായ ഏക യോഗ്യത എന്ന് പറയുന്നത് ഈ പിതാവാം ദൈവത്തോടും പുത്രനാം ദൈവത്തോടും പരിശുദ്ധാത്മാവാം ദൈവത്തോടും ഒരു സ്നേഹമുള്ള ഒരു ഹൃദയമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് ചിന്തിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ നിന്റെ ദൈവമായ കർത്താവാകുന്നു, നീ എന്നെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും എന്നെ സ്നേഹിക്കണം. ഇത് മാത്രമാവുന്നു പിതാവാം ദൈവം നമുക്ക് തന്ന കൽപ്പന. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ, ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ സ്നേഹം എന്തിനോടെല്ലാമാണ് എന്ന് നാം ഒരു നിമിഷം ചിന്തിക്കണം. പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിൽ കൂടി വന്നാൽ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. എന്നാൽ ഇവിടെ നിന്ന് കടന്ന് സ്വർഗീയ തീരത്തേക്കാണ് പ്രിയപ്പെട്ടവരെ നാം കടന്നു ചെല്ലേണ്ടത്. ആ നിത്യത എന്ന് പറയുന്നത് ഇവിടെ 100 വർഷം കൊണ്ട് തീരുന്നതാണെങ്കിൽ, എന്നാൽ സ്വർഗരാജ്യം 100 വർഷം കൊണ്ടൊന്നും തീരുന്നതല്ല. അത് അനന്ത കോടി യുഗായുഗങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗീയത്തിൽ ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ആ സ്വർഗരാജ്യത്തിന്റെ ആ ഒരു ഉന്നതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് പലർക്കും നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം സ്വർഗരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യം, അണ്ടഘടകങ്ങളെ സൃഷ്ടിച്ചവനായ ദൈവം വസിക്കുന്ന രാജ്യം, സ്വർഗരാജ്യം, അവിടെ ദൈവത്തിന്റെ സിംഹാസനമുണ്ട് എന്ന് അറിയുവാൻ സാധിക്കുക, അത് ഭാഗ്യകരമല്ലേ പ്രിയപ്പെട്ടവരെ? അത് ഈ ദൂതന്മാരാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് ചിന്തിക്കാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. എന്താണ് പ്രിയപ്പെട്ടവരെ നാം വായിച്ചു കേട്ടത്? ഹിസ്കിയാവ് രാജാവാണ്. സെൻഖരീബ് എന്ന് പറയുന്ന ഒരു ശത്രുവിന്റെ എഴുത്തു വാങ്ങി ആലയത്തിൽ ചെന്ന് അത് വിടർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഹിസ്കിയാവ് യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ, കെരൂബുകൾക്ക് മീതെ
അധിവസിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെന്ന്. കെരൂബുകൾക്ക് മീതെയാണ് അധിവസിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. അതെ, ഈ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും മീതെ ദൈവമായ പിതാവാം ദൈവം. നീ ഒരുത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു. നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. അതെ, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ പിതാവാം ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ സാധിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം പ്രിയപ്പെട്ടവരെ. And Hezekiah prayed to the Lord, O Lord, God of Israel, enthroned between the cherubim, you alone are God over all the kingdoms of the earth. You have made heaven and earth. അതെ, സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുക. ആ പിതാവാം ദൈവം വസിക്കുന്നത് കെരൂബുകൾക്ക് മുകളിലാണ്. പിതാവാം ദൈവത്തിന്റെ സിംഹാസനം വഹിക്കുന്നത് കെരൂബുകളാണ്. അപ്പൊ ഈ കെരൂബുകൾക്ക് മുകളിലാണ് പിതാവാം ദൈവത്തിന്റെ സിംഹാസനം പ്രിയപ്പെട്ടവരെ. ഈ സിംഹാസനത്തെ കുറിച്ച് അറിയുവാനാണ് സ്വർഗത്തിലെ ദൈവം നിസ്സാരരായ നമുക്ക് ഭാഗ്യം തന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അടുത്തതായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാം. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മഹത്വം അത് ഇരുന്നിരുന്ന കെരൂബിന്മേൽ നിന്ന് ആലയത്തിന്റെ ഉമ്മരപ്പടിക്കൽ വന്നിരുന്നു. പിന്നെ അവൻ ശണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. അതെ, കെരൂബിന്മേൽ ഇരിക്കുന്ന ദൈവത്തിന്റെ മഹത്വം പ്രിയപ്പെട്ടവരെ. Now the glory of the God of Israel went up from above the cherub where it had been and moved to the threshold of the temple. Then the Lord called to the man clothed in linen who had the writing kit at his side. എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിന്ന് പോകുവാൻ കാരണം? ആലയത്തിൽ നിന്ന് യെഹെസ്കേൽ പ്രവാചകൻ കാണുകയാണ്. സ്വർഗത്തിലെ ദൈവം യെഹെസ്കേൽ പ്രവാചകനെ ദർശനത്തിൽ കൂടി കാണിക്കുകയാണ്. ആലയത്തിൽ നിന്ന് മഹത്വം പോയതായിട്ട് കാണുവാൻ സാധിക്കും. യെരുശലേം ദേവാലയത്തിലാണ് ഇത് കാണുന്നതെങ്കിൽ സ്വർഗത്തിലെ മഹത്വം കാണുന്നത് നാം ഓരോരുത്തരുമാണ് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ആലയം. ഈ ആലയത്തിൽ നിന്ന് മഹത്വം പോയ അവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വം പോയോ എങ്കിൽ എന്താണ് പ്രിയപ്പെട്ടവരെ ചെയ്യേണ്ടത്? ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിമേൽ മുദ്രയിടുവാനാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നത്. നാം ആകുന്ന ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുകയാണെങ്കിൽ അങ്ങനെയുള്ള പുരുഷന്മാരുടെ നെറ്റിമേലാണ് അടയാളം ഇടുവാൻ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നാം ആകുന്ന ആലയത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം പ്രിയപ്പെട്ടവരെ. ഇതിനുള്ളിൽ മ്ലേച്ഛതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിൽ നിന്ന് മഹത്വം പോകും പ്രിയപ്പെട്ടവരെ. അങ്ങനെ എന്തെങ്കിലും അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തോട് കരയാം പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ താഴാം. അങ്ങനെയുള്ളപ്പോൾ ദൂതൻ വന്ന് നമ്മുടെ നെറ്റിമേൽ ഒരടയാളം ഇടുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളവരെ സംഹാര ദൂതൻ തൊടാതെ വണ്ണം കാക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ. എഴുത്തുകാരന്റെ മഷിക്കുപ്പിയുമായി നിന്നിരുന്ന പുരുഷനെ വിളിച്ചു പറയുകയാണ്, ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛതകൾ ഓർത്ത് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിമേൽ മുദ്രയിടുവാൻ പ്രിയപ്പെട്ടവരെ. നമുക്കും നമ്മുടെ ആലയത്തിലേക്ക് മഹത്വം തിരിച്ചു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. കർത്താവേ, നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ, നിന്റെ മഹത്വം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എളുപ്പപ്പെടാം പ്രിയപ്പെട്ടവരെ. ഇന്ന് തേജസ് തിരികെ പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോണം പ്രിയപ്പെട്ടവരെ. അടുത്തായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം സങ്കീർത്തനം 10-ാം വാക്യം. അവൻ കെരൂബിനെ വാഹനമാക്കി പറന്നു, അവൻ കാറ്റിന്റെ ചെറുകിന്മേലിരുന്ന് പറപ്പിച്ചു എന്ന്. അതെ, സ്വർഗത്തിലെ ദൈവം സഞ്ചരിക്കുകയാണ്. എങ്ങനെ? അവൻ കെരൂബിനെ വാഹനമാക്കി. സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഹനം ഏതാണ് പ്രിയപ്പെട്ടവരെ? അതാണ് കെരൂബ്. ആ കെരൂബിന്റെ മേൽ വാഹനമേറി
പറക്കുകയാണ്. അവൻ കാറ്റിന്റെ ചെറുകിന്മേലിരുന്ന് പറപ്പിച്ചു. ഹി മൗണ്ടഡ് ദ കെരൂബിം ആൻഡ് ഫ്ലൂ. ഹി സോർഡ് ഓൺ ദ വിങ്സ് ഓഫ് ദ വിൻഡ്. അതേ പ്രിയപ്പെട്ടവരെ, കെരൂബിന്റെ മേൽ വാഹനമേറി നടക്കുന്നവനായ ദൈവം നമുക്കും ആഗ്രഹിക്കാൻ. പ്രിയപ്പെട്ടവരെ, നിസ്സാരരായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് സ്വർഗത്തിൽ പിതാവാം ദൈവം കടന്നു വരിക. അതിനുള്ള യോഗ്യത കർത്താവെ ഞങ്ങൾക്കുണ്ടോ? അപ്പാ, ഞങ്ങൾക്ക് ഒരു യോഗ്യത മാത്രമേ ഉള്ളൂ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം ഞങ്ങളെ വീണ്ടെടുത്തു. ആ രക്തം കൊടുത്ത് കർത്താവ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി എന്നുള്ള ഒരേ ഒരു യോഗ്യതയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളൂ. ആ ഒരേ ഒരു യോഗ്യതന്മേലാണ് സ്വർഗത്തിലെ ദൈവം നമ്മളെ മാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വേറെ നമ്മുടെ പുണ്യപ്രവൃത്തികൾ ഒന്നും കൊണ്ടുമല്ല, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തത്തിൽ നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രം, അവന്റെ ക്രൂശ് മരണത്തിൽ കൂടി മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാനും ദൈവരാജ്യത്തിൻ്റെതായ ഉന്നതികളിന്മേൽ നമുക്ക് വാഹനം പേര് നടക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനും സാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത്യന്തം ശക്തിയും ബലവുമുള്ള കെരൂബുകൾ സിംഹാസനത്തിന് ചുറ്റും ഒരു കത്തുന്ന ജ്വാല പോലെയും അഗ്നിമല പോലെയും കാണപ്പെടുന്നു. ദൈവസിംഹാസനത്തിന് മുകളിൽ സ്നേഹദൂതന്മാരായ സാറാഫുകളാണ്. അവർക്ക് ഭൗമിക ശരീരങ്ങളില്ല. എന്നാൽ സ്ഥലകാലങ്ങൾക്ക് പരിമിതപ്പെടുത്തുവാൻ കഴിയാത്ത സ്വർഗീയ ശരീരം അവർക്കുണ്ട്. അവർ തങ്ങളുടെ മുഖവും കാലുകളും ചിറകുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു. സാറാഫുകളുടെ ചലനങ്ങളിൽ സ്തുതിസ്തോത്രങ്ങളുടെ ശക്തമായ ഗാനാലാപനം കേൾക്കാം. അവർ തേജോരൂപികളും പ്രകാശവും മഹത്വവും പ്രവഹിക്കുന്നവരും സൗന്ദര്യവും ശക്തിയുമുള്ളവരുമായ ഈ സ്വർഗീയ ദൂതന്മാരാൽ ദൈവം ചുറ്റപ്പെട്ടിരിക്കുന്നു. അതേസമയം മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ദൈവം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സാറാഫുകളും മറ്റു ദൂതന്മാരും മേഘത്താൽ എന്ന പോലെ ദൈവത്തെ മറയ്ക്കുന്നു. അഗ്നിജ്വാലകളിൽ നിന്ന് ഉയരുന്ന പുക പോലെ അവരുടെ സ്തുതി സ്തോത്രങ്ങൾ ഉയരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ നാം കേട്ടത്? അത്യന്തം ശക്തിയും ബലവും ഉള്ള കെരൂബുകൾ സിംഹാസനത്തിന് ചുറ്റും കത്തുന്ന ജ്വാലകൾ പോലെയും അഗ്നിമല പോലെയും കാണപ്പെടുന്നു. ദൈവസിംഹാസനത്തിന് മുകളിൽ സ്നേഹദൂതന്മാരായ സാറാഫുകളാണ്. അവർക്ക് ഭൗമിക ശരീരങ്ങളില്ല. അതേ പ്രിയപ്പെട്ടവരെ, ദൂതന്മാർക്ക് ഭൗമിക ശരീരങ്ങളില്ല. എന്നാൽ സ്ഥലകാലങ്ങൾക്ക് പരിമിതപ്പെടുത്തുവാൻ കഴിയാത്ത സ്വർഗീയ ശരീരം അവർക്കുണ്ട്. സ്ഥലകാലങ്ങൾക്ക് പരിമിതപ്പെടുത്തുവാൻ കഴിയാത്തതായ സ്വർഗീയ ശരീരങ്ങൾ ഉള്ളവരാണ് സാറാഫുകൾ. അവർ സ്വർഗത്തിലെ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുകളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവർ തങ്ങളുടെ മുഖവും കാലുകളും ചിറകുകൾ കൊണ്ട് മറച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. സാറാഫുകളുടെ ചലനങ്ങളിൽ സ്തുതിസ്തോത്രങ്ങളുടെ ശക്തമായ ഗാനാലാപനം കേൾക്കാൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ശക്തമായ ഒരു ഗാനാലാപനം, സ്തുതിയും സ്തോത്രവുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് സ്തുതിക്കുവാൻ സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, തേജോരൂപികളും പ്രകാശവും മഹത്വവും പ്രവഹിക്കുന്നവരും സൗന്ദര്യവും ശക്തിയുമുള്ളവരുമായ ഈ സ്വർഗീയ ദൂതന്മാരാൽ ദൈവം ചുറ്റപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം സിംഹാസനത്തിൽ ഇരിക്കുന്നു. എന്നാൽ ദൈവത്തിന് ചുറ്റും തേജോരൂപികളും പ്രകാശവും മഹത്വവും പ്രവഹിക്കുന്നവരും സൗന്ദര്യവും ശക്തിയുമുള്ളവരുമായ ഈ സ്വർഗീയ ദൂതന്മാരാൽ ദൈവം ചുറ്റപ്പെട്ടിരിക്കുന്നു. അതേസമയം മനുഷ്യന്റെ കാഴ്ചയ്ക്ക് ദൈവം മറയ്ക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സ്വർഗത്തിലെ ദൈവത്തെ കാണാതെ വണ്ണം ഈ ദൂതന്മാരാൽ ചുറ്റപ്പെട്ടാണ് ദൈവം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സാറാഫുകളും മറ്റു ദൂതന്മാരും മേഘത്താൽ എന്ന പോലെ ദൈവത്തെ മറയ്ക്കുന്നു. അഗ്നിജ്വാലകളിൽ നിന്ന് ഉയരുന്ന പുക പോലെ അവരുടെ സ്തുതിസ്തോത്രങ്ങൾ ഉയരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഹല്ലേലൂയ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്തുതിയും സ്തോത്രവും ഈ ഒരു പുക പൊങ്ങിപ്പോകുന്നത് പോലെ സ്വർഗത്തിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സ്തുതിക്കുവാൻ സാധിക്കുക? പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവിലേക്ക് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിഞ്ഞു നോക്കാം. കർത്താവേ, എൻ്റെ ആത്മാവ് നിന്നെ സ്തുതിക്കുന്നുണ്ടോ? എൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ സ്തുതിച്ചാൽ മാത്രമേ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുമ്പോൾ നിത്യതയിൽ ഈ ആരാധനയിൽ പങ്കാളിയാവാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് സ്തുതി തുടരേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ ആത്മാക്കളുടെ മേൽ ജീവൻ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനുള്ള ആത്മാവിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ സ്തുതിയും സ്തോത്രവും എല്ലാം വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ,
എൻ്റെ നാവിന്മേൽ ഇന്ന് സ്തുതി സ്തോത്രവും വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എൻ്റെ ആത്മാവിന് ജീവനുണ്ട് എന്നാണ് പ്രിയപ്പെട്ടവരെ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ എന്ന്. കർത്താവെ, ഇന്ന് സ്തുതിക്കാൻ എനിക്ക് കഴിയുന്നില്ല എങ്കിൽ അപ്പ എൻ്റെ ആത്മാവിന് മരിച്ച അവസ്ഥയിലാണല്ലോ അപ്പ. എന്താണ് പ്രിയപ്പെട്ടവരെ, മരിച്ചയാൾക്ക് എന്താണ് വേണ്ടത്? ജീവനാണ് പ്രിയപ്പെട്ടവരെ വേണ്ടത്. ഇന്ന് ജീവൻ പ്രാപിക്കുന്ന ദിവസമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ജീവൻ പ്രാപിച്ച ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം ഇവിടെ നിന്ന് കടന്നു പോവാൻ. അപ്പാ, ഞങ്ങളുടെ ആത്മാവിൽ ജീവൻ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് അപ്പാ. പ്രിയ പരിശുദ്ധ ആത്മാവേ, അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ഞങ്ങളുടെ ആത്മാക്കളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകല ലോകത്തെക്കാളും വിലയേറിയതാണ് ഒരാത്മാവിന്റെ വില പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തുള്ള സകല സ്വത്തുക്കളും ഒരു ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ, ഈ ഭൂമിയിലെ ഒരു മനുഷ്യാത്മാവിനെ ഇപ്പുറത്തെ തട്ടിൽ വെച്ചാൽ, ഈ മനുഷ്യാത്മാവിന്റെ തട്ടായിരിക്കും പ്രിയപ്പെട്ടവരെ താഴെയിരിക്കുക. കാരണം ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ഈ സർവ്വ ലോകത്തിലും വിലയേറിയതാണ് ഒരു ആത്മാവിന്റെ വില പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ആത്മാക്കളെ കുറിച്ച് നാം വളരെയധികം ഗൗരവമുള്ളവരായിരിക്കണം പ്രിയപ്പെട്ടവരെ. എപ്പോൾ ഈ ശരീരത്തെ ഈ കൂട് വിട്ട് നമ്മുടെ ആത്മാവ് പുറത്തു കിടന്നാലും സ്വർഗരാജ്യത്തിൽ ദൂതന്മാരോട് ഒരുമിച്ച് സ്വർഗത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ നാം ഒരുക്കമായിരിക്കണം. നമുക്കറിയാം, ഈ നാളുകളിൽ ചില വാർത്തകളെല്ലാം വീണ്ടും കടന്നു വരുന്നുണ്ട്. കൊറോണ വൈറസ് മൂന്നാമതും വരുന്നു എന്ന്, ചൈനയിലോ മറ്റോ വീണ്ടും ആരംഭിച്ചു എന്ന് കേൾക്കുന്നു പ്രിയപ്പെട്ടവരെ. ഈ ഭൂമിയിൽ എന്തെല്ലാം സംഭവങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ. ഈ 2025 തന്നെ ആദ്യത്തെ വാർത്തകൾ വളരെയധികം നമ്മളെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് പ്രിയപ്പെട്ടവരെ. ഈ 2025 എന്തിന്റെ വർഷമായിരിക്കുമെന്ന് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവം എന്താണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവവചനത്തിൽ കൂടി നമുക്ക് ജീവനുള്ളവരായിരിക്കാം പ്രിയപ്പെട്ടവരെ. എപ്പോഴും ആത്മാവിൽ ജീവനുള്ളവരായിരിക്കാം. എപ്പോൾ നമ്മുടെ കർത്താവ് രണ്ടാമത്തെ വരവ് ഈ വർഷമാണോ നമുക്ക് അറിഞ്ഞുകൂടാ. അല്ല, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്ന ഈ വർഷമാണോ പ്രിയപ്പെട്ടവരെ അറിഞ്ഞുകൂടാ. എപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയാലും, എപ്പോൾ നമ്മുടെ കർത്താവ് രണ്ടാമത് വന്നാലും നമ്മുടെ ആത്മാക്കൾ എവിടെ എത്തണം? സ്വർഗത്തിൽ ദൂതന്മാരോട് ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആരാധിക്കുന്ന ആ സ്വർഗീയ ഗണത്തോട് ചേർന്ന് നമുക്കും പോകാൻ തക്കവണ്ണം നമ്മുടെ ആത്മാക്കളെ ഒരുക്കുവാനാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അതിനുവേണ്ടി അവിടുത്തെ മാലാഖമാർ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യാൻ കടന്നു വന്നിട്ടുണ്ട്. നമുക്ക് ജീവൻ തരുവാനും സമൃദ്ധിയെ ജീവൻ തരുവാനുമാണ് യേശു വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അവൻ കടന്നു വരുന്നത് ജീവൻ തരുവാനാണ് പ്രിയപ്പെട്ടവരെ. കർത്താവേ, ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. അടുത്ത ഇയ്യോബിന്റെ പുസ്തകം 37-ാം അധ്യായം 22-ാം വാക്യം. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട്. ഇയ്യോബ് കാണുകയാണ് വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു എന്ന്. വടക്ക് നിന്ന് സ്വർണ്ണ ശോഭ പോലെ വരുന്നു എന്ന്, ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ്സുണ്ട് എന്ന്. Out of the north he comes in golden splendor. God comes in awesome majesty. പ്രിയപ്പെട്ടവരെ, എന്താണ് നാം കേട്ടത്? സ്വർണ്ണ ശോഭ പോലെ വരുന്നു വടക്ക് നിന്ന്. എന്താണ്? ദൈവത്തിന്റെ ചുറ്റും ഭയങ്കര തേജസ് ഉണ്ട് എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഭയങ്കര തേജസ്സിൽ ഇരിക്കുന്നവനായ ദൈവം അപ്പാ, ഞങ്ങൾക്ക് ആ തേജസ്സിന്റെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ഞങ്ങൾ തേജസ് ഉള്ളവരായി ഭൂമിയിൽ കൂടി നടക്കട്ടെ അപ്പാ. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കാമോ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിന്റെ ഒരു തേജസ്സുള്ള മക്കളായി ഇനിയുള്ള കാലം ഈ ഭൂമിയിൽ കൂടി നടക്കണമെന്ന് പ്രിയപ്പെട്ടവരെ. നമ്മളെ കാണുന്നവർ സ്വർഗത്തിൽ അപ്പന്റെ തേജസ് കാണുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ ദൂതന്മാർ ദൈവ തേജസ്സിന്റെ പ്രതിഫലനം എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ തേജസ്സുള്ള മക്കളായി തേജസ്സുടുത്ത പിതാക്കന്മാരെന്ന് നാം ദുർദിനങ്ങളിലെല്ലാം വായിച്ചു കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവത്തിന്റെ തേജസ് ഉടുക്കുന്ന ഒരു അനുഭവം ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഈ നിസാരരായ നമുക്ക് സ്വർഗത്തിലെ ദൈവം തേജസ് പകർന്നു തരുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം തന്റെ പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ മധ്യത്തിലേക്ക് അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധ ആത്മാവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വന്ന് അവിടുത്തെ സ്വർഗത്തിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ. ഈ ദേശത്ത് സന്ദർശിക്കണമേ കർത്താവേ. ഈ ദേശത്ത് നിന്ന് അന്ധകാര സൈന്യത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അന്ധകാര സൈന്യങ്ങൾ മാറട്ടെ കർത്താവേ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും കടന്നുകൂടിയിരിക്കുന്ന എല്ലാവിധ അന്ധകാര ദുരാത്മ സേനകളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ ഞങ്ങൾ നിന്ന് ഭത്സിച്ചകറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു
കർത്താവേ. അപ്പൊ നിന്റെ തേജസ് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇന്ന് തേജസ് പകരുന്ന ദിവസമാകിയാൽ അപ്പനെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. അതുപോലെ നമുക്ക് യോഹന്നാന്റെ വെളിപ്പാടിൽ സൃഷ്ടാവായ ദൈവത്തിന്റെയും ദൈവ കുഞ്ഞാടിന്റെയും മുമ്പിൽ ഒരു ആരാധനായോഗം നടക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പിതാവാം ദൈവത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന്റെയും ദൈവ കുഞ്ഞാടിന്റെയും മുമ്പിൽ ഒരു ആരാധനായോഗം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും നമുക്കൊന്ന് വായിച്ച് കേൾക്കാൻ പ്രിയപ്പെട്ടവരെയും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായവും 5-ാം അധ്യായവും നമുക്ക് വായിച്ച് കേൾക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം ശ്രദ്ധയോടെ നിങ്ങൾ ഇരുന്നാലും പ്രിയപ്പെട്ടവരെ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. അതേ പ്രിയപ്പെട്ടവരെ, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. യോഹന്നാനെ കാണിച്ചു കൊടുക്കുകയാണ്, യോഹന്നാന് വെളിപ്പാട് കൊടുക്കുകയാണ്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യനായിരുന്നു. സിംഹാസനത്തിന്റെ ചുറ്റും കാഴ്ചയ്ക്ക് മരതകത്തോട് സദൃശ്യമായ ഒരു പച്ചവില്ല്. സിംഹാസനത്തിന്റെ ചുറ്റിലും 24 സിംഹാസനം. വെള്ളയുടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ. അവരുടെ തലയിൽ പൊൻകിരീടം. സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിന്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിന് മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. സിംഹാസനത്തിന്റെ മുമ്പിൽ പളങ്കിനൊത്ത കണ്ണാടി കടൽ. സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. 1-ാം ജീവി സിംഹത്തിന് സദൃശ്യം, 2-ാം ജീവി കാളയ്ക്ക് സദൃശ്യം, 3-ാം ജീവി മനുഷ്യനെ പോലെ മുഖമുള്ളത്, 4-ാം ജീവി പറക്കുന്ന കഴുകിന് സദൃശ്യം. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്തും കണ്ണ് നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എന്താണ് കേൾക്കുന്നത്? ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗത്തിലെ ഒരു ആരാധനയാണ്. പ്രിയപ്പെട്ടവരെ, രാപ്പകൽ ആരാധിക്കുകയാണ് അവർ. പിതാവ് സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നത് പോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും
സർവഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, നീ അറക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിനായി നമ്മുടെ യേശു വിലയ്ക്ക് വാങ്ങി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വചനത്തിന് മുമ്പിൽ വന്നിരിക്കുവാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുകയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലെ ആരാധന. ദൂതന്മാരോട് ചേർന്ന് ആ യേശുവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നവനായ കുഞ്ഞാട്, കൊല്ലപ്പെട്ടിട്ടും നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. കൊല്ലപ്പെട്ടിട്ടോ നിൽക്കും കുഞ്ഞാടേ, നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, നാം പാടാറുണ്ടല്ലോ. അതേ പ്രിയപ്പെട്ടവരെ, കൊല്ലപ്പെട്ടിട്ടും ഇന്ന് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെയും വെളിപ്പാട് പുസ്തകത്തിൽ ഈ അസംഖ്യം ദൂതന്മാരുടെ സംഘങ്ങൾ ഉന്നതത്തിൽ സിംഹാസനത്തിൽ ആരാധിക്കുന്നതായിട്ട് നാം കണ്ടു. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ ആരാധനയിൽ നമുക്കും പങ്കാളികളാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, എനിക്കും സ്വർഗത്തിലെ അപ്പനെ ആരാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമയങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സമയങ്ങളിൽ ഞാൻ ഈ നാളുകളിൽ തിരിഞ്ഞു നോക്കാറുണ്ട്. കർത്താവെ, നിന്നെ എത്രമാത്രം ഞാൻ സ്തുതിക്കുന്നുണ്ട് എന്ന്. എന്തുമാത്രം സമയങ്ങളാണ് നാം പാഴാക്കി കളയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആരാധനയിൽ, ആ സ്വർഗീയ ആരാധനയിൽ പങ്കാളികളാവുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആരാധന തുടങ്ങിയെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ ആ സ്വർഗത്തിലേക്ക് നമുക്ക് കടന്നു എന്ന് ആരാധിപ്പാൻ കഴിയുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നാം വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല സ്വർഗരാജ്യത്തിലെ ആരാധനയിൽ പങ്കാളികളാവുക. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ അവിടെ ചെന്ന് ഇവിടെ നാം ആരാധന ആരംഭിച്ചില്ല എങ്കിൽ സ്വർഗത്തിലൊരു സുപ്രഭാതത്തിൽ അവിടെ ചെന്ന് ആരാധിക്കാമെന്ന് നാം വെറുതെ ചിന്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് ആയുസ് നേടി തന്നിരിക്കുന്നത് നീ ആരാധിപ്പാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ ദൈവത്തെ നീ സ്തുതിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പന് ഹല്ലേലൂയ പറയണം. നമ്മുടെ സ്വർഗത്തിലെ അപ്പന് ഹല്ലേലൂയ പറയാൻ മടിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിന്മേൽ ഹല്ലേലൂയ എന്ന വാക്ക് നിങ്ങൾ ഉപയോഗിക്കുക. സ്തുതി പറയുക, സ്തോത്രം പറയുക, അവന് മഹത്വം കരയേറ്റുക. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൂതന്മാർ സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്ത വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച് 1-ാം വാക്യവും 2-ാം വാക്യവും വായിച്ച് കേൾക്കാം. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനതയുണ്ടായി. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവൻ എന്ന് പറയുന്ന ഈ കുഞ്ഞാടാണ്. പ്രിയപ്പെട്ടവരെ, നാം വായിച്ചു കേട്ടല്ലോ. കുഞ്ഞാട് 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂർ സമയം മൗനതയുണ്ടായി എന്നാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അത് 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് ആ പ്രധാന ദൂതന്മാർ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അവർ 7 പ്രധാന ദൂതന്മാരാണെന്ന് വിചാരിച്ചു പോരുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ കൈകളിൽ ഒരു കാഹളമുണ്ട്. പ്രിയപ്പെട്ടവരെ, when he opened the 7th seal,
There was silence in heaven for about half an hour, and I saw the 7 angels who stand before God, and to them were given 7 drums. പ്രിയപ്പെട്ടവരെ, 7 കാഹളങ്ങൾ ആ ദൂതന്മാരുടെ കൈകളിൽ. 7 കാഹളങ്ങൾ പിടിച്ച് ഈ ദൂതന്മാർ ഇപ്പോൾ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഇരിക്കുന്ന സമയവും ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയവും സ്വർഗത്തിലെ ദൂതന്മാർ കാഹളങ്ങൾ മുഴക്കിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് ആരാധന കരയേറ്റിക്കൊണ്ടിരിക്കുന്ന ഈ സമയമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്വർഗത്തിലെ ദൈവത്തിലെ ദൂതന്മാരോട് ഒരുമിച്ച് ആ ആരാധനയിൽ നമുക്കും പങ്കാളികളാവാം. പ്രിയപ്പെട്ടവരെ, അടുത്തതായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 2 മുതൽ 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്കുള്ളതാകുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ഭാവി കാലം എന്തെന്ന് അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവം ദൂതനെ അയക്കുകയാണ്. പ്രിയപ്പെട്ടവരെയും ഇത് പറഞ്ഞിരിക്കുന്ന ദാനിയേലാണ്. പ്രിയപ്പെട്ടവരെയും ദാനിയേൽ 21 ദിവസത്തെ ഉപവാസത്തിലായിരുന്നു. എങ്ങനെയാണ് ഉപവാസം? അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തിയ സമയം അവൻ എന്നോട് പറഞ്ഞ, ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു എന്ന്. അതേ പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പ്രവാചകൻ അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ താണ് ഒരു വാക്ക് ദൈവത്തോട് ചോദിച്ച അന്ന് തന്നെ അവനുള്ള മറുപടിയുമായിട്ട് ദൂതൻ വന്നതാണ്. പ്രിയപ്പെട്ടവരെ, നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. എന്നാൽ പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. അതേ പ്രിയപ്പെട്ടവരെ, പാർസി രാജ്യത്തിന്റെ പ്രഭു സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ 21 ദിവസം എടുത്തു എന്നാണ് പ്രിയപ്പെട്ടവരെ നാം ഇവിടെ കാണുന്നത്. അതിനിടയിൽ ഓരോ രാജ്യത്തിന് ഓരോ പ്രഭുക്കന്മാര്, അത് ശത്രുവിന്റെ സാത്താന്റെ സൈന്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, 21 ദിവസവും പാർസി രാജ്യത്തിന്റെ പ്രഭു എന്ന് ഓരോ രാജ്യത്തിനും ഓരോ പ്രഭുക്കന്മാരുണ്ട്. സാത്താന്യനും പാർസി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാർസി രാജാക്കന്മാരോടുകൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന് ഭാവി കാലത്ത് സംഭവിപ്പാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. ദർശനം ഇനിയും ബഹുകാലത്തേക്ക് ഉള്ളതാകുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നാം എന്താണ് വായിച്ചു കേട്ടത്? പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെല്ലാം നാം കേട്ടല്ലോ. പ്രിയപ്പെട്ടവരെ, നാം ദൂതന്മാരെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം തന്നെ സാത്താനുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില ദൂതന്മാർ, ചില പ്രഭുക്കന്മാരുണ്ട്. സാത്താനും അവൻ ഓരോ രാജ്യത്തിനും ഓരോ ദൂതന്മാരെ വെച്ചിട്ടുണ്ട്. സാത്താന്യ ദൂതന്മാർ, സാത്താന്യ പ്രഭുക്കന്മാർ ഓരോ രാജ്യത്തിനുണ്ട്, ഓരോ ഭവനത്തിനുണ്ട്, ഓരോ വ്യക്തിക്കുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിന്റെ ദൂതന്മാർ ഉള്ളതുപോലെ തന്നെ സാത്താനും നമ്മളെ നശിപ്പിക്കാൻ പദ്ധതി ഇട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരെയും തകർപ്പാനാണ് അവനും പദ്ധതി ഇട്ടിരിക്കുന്നത്. നിന്നെ എങ്ങനെ നശിപ്പിക്കാം എന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ കുടുംബത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് സാത്താൻ പദ്ധതി ഇടുന്നു. നിന്റെ ദേശത്തെ എങ്ങനെ നശിപ്പിക്കാം എന്ന് സാത്താൻ പദ്ധതി ഇടുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ രാജ്യത്തെ എങ്ങനെ നശിപ്പിക്കാമെന്ന് സാത്താൻ പദ്ധതി ഇടുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അവരോട് യുദ്ധം ചെയ്യുന്ന ദൂതന്മാരെയാണ് നമുക്ക് കാണുന്നത്. ഈ പ്രധാന ദൂതനായ മീഖായേൽ ആ പ്രഭുവിനോട് യുദ്ധം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് 21 ദിവസം വേണ്ടി വന്നു ഒരു ദൂതുമായിട്ട് ദൂതനെ എവിടെ എത്താൻ, ഈ ദൈവപുരുഷന്റെ അരികിൽ എത്താൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് നമുക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ ഗുണം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ ഈ സാത്താന്റെ തല തകർത്തു. പ്രിയപ്പെട്ടവരെ, തല തകർത്ത പാമ്പാണ്. പ്രിയപ്പെട്ടവരെ, തലയില്ല, പക്ഷെ അവന്റെ വാലിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നാം ഒരു പാമ്പിനെ അടിച്ച് അവന്റെ തലക്കെട്ട് അടിച്ചാൽ അവന്റെ വാല് കിടന്ന് പിടച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് സാത്താന്റെ വാലാണ് പ്രിയപ്പെട്ടവരെ പിടയ്ക്കുന്നുള്ളൂ. അവന്റെ തല തകർത്തിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, തല തകർന്ന പാമ്പാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് ദാനിയേൽ പ്രവാചകന്റെ നാളിൽ ഒരു ദൂതുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ
ദൂതന് കടന്നു വരുവാൻ 21 ദിവസത്തോളം വേണ്ടി വന്നു എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപായുഗത്തിലായിരിക്കുന്ന നമുക്ക് വേണ്ടി ദൂതുമായി കടന്നു വരുവാൻ നിമിഷ നേരങ്ങൾ മതി പ്രിയപ്പെട്ടവരെ. കാരണം തടസ്സം നിന്നിരുന്ന സാത്താന്റെ തല തകർത്തവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അവൻ ക്രൂശിന്മേൽ ക്രൂശൊരു പരാജയമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം പ്രിയപ്പെട്ടവരെ. അല്ല, ഈ പ്രഭുക്കന്മാരുടെ തല തകർക്കുകയായിരുന്നു കർത്താവ് ജയം തരികയായിരുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ യേശുവിന്റെ രക്തത്തിലും യേശുവിന്റെ തിരുമുറിവുകളിലും യേശുവിന്റെ ക്രൂശിൽ കൂടി മാത്രമാണ് ആ വഴി തുറന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അവന്റെ ഹൃദയം കുത്തി തുറന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. ആ കുത്തി തുറന്ന തിരുവിലാവിനുള്ളിൽ നീ കയറിയിരുന്നാൽ മാത്രം മതി മകനെ, മകളെ. നീ കയറിയിരുന്നാൽ ആ സ്വർഗത്തിലേക്ക് യേശു നിങ്ങളെ കൊണ്ടുപോയിക്കോളും പ്രിയപ്പെട്ടവരെ. ആ ദൂതുമായി സ്വർഗത്തിലെ ദൂതന്മാർ കടന്നു വരും. യേശുവിന്റെ രക്തത്തിലും യേശുവിന്റെ ക്രൂശുമരണത്തിലും ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് നിമിഷ നേരം കണ്ട് കടന്നു വരുവാൻ ആർക്ക് കഴിയും പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ ദൂതന്മാർക്ക് കടന്നു വരുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ദാനിയേൽ പ്രവാചകന്റെ അരികിലേക്ക് ഒരു ദൂതുമായി കടന്നു വരുവാൻ 21 ദിവസം ദുഷ്ടനായ പിശാചിനോട് പോരാടി എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കൃപായുഗത്തിൽ വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്താണ് പ്രിയപ്പെട്ടവരെ ഭാഗ്യം? കർത്താവായ യേശു ക്രിസ്തു പിശാചിന്റെ തല തകർത്തത് കൊണ്ട്, പിശാചിന്റെ രാജ്യത്തെ തകർത്തതുകൊണ്ട് നമ്മുടെ അരികിലേക്ക് ദൂതുമായി വളരെ എളുപ്പത്തിൽ ദൂതൻ കടന്നു വരികയാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അടുത്തായി നമുക്ക് then he continued, do not be afraid, Daniel, since the first day that you set your mind to gain understanding and to humble yourself before your God. Your words were heard, and I have come in response to them. But the princes of the Persian kingdom resisted me 21 days. The Michael, one of the chief princes, came to help me because I was detained there with the king of Persia. Now I have come to explain to you what will happen to your people in the future, for the vision concerns a time yet to come. പ്രിയപ്പെട്ടവരെ, അതെ, ഫ്യൂച്ചർ പറയുവാൻ വേണ്ടി ദൈവത്തിന്റെ ദൂതൻ കടന്നു വരും പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഭാവി എന്തെന്നറിയുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഭാവി അറിയിക്കും പ്രിയപ്പെട്ടവരെ. ദൂതൻ നമ്മെ വഴി നടത്തും പ്രിയപ്പെട്ടവരെ. ആ ദൈവദൂതനെ നിങ്ങൾക്ക് ആശ്രയിക്കാൻ പ്രിയപ്പെട്ടവരെ. ദൈവദൂതൻ നമ്മെ സഹായിക്കും പ്രിയപ്പെട്ടവരെ. അടുത്തായി ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആ കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ. ഇവിടെ എന്താണ് കാണുന്നത് പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ ദൂതൻ നമ്മളെ അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ കാലത്ത് നിന്റെ സ്വജാതികൾക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ. ചില കഷ്ടകാലങ്ങൾ വരും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കുമെന്ന്. ഏതാണ് പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം? കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്ന് നീ കൊടുത്താൽ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും പ്രിയപ്പെട്ടവരെ. ഈ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കുമെന്ന്. ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ പേരുകൾ ഈ ഭൂമിയിൽ പല പുസ്തകങ്ങളിലും കണ്ടേക്കാം പ്രിയപ്പെട്ടവരെ. ആധാർ കാർഡിൽ കണ്ടേക്കാം, റേഷൻ കാർഡിൽ കണ്ടേക്കാം. എന്നാൽ സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ പേര് എഴുതുവാൻ ഒന്നേ മാർഗമുള്ളൂ. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിന്റെ ഹൃദയം ഒന്ന് തുറക്കുക. അപ്പാ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ, എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. അപ്പാ, നീ എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ മാർത്തയും മറിയും ലാസറിന്റെയും ഭവനത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നതുപോലെ, അവർ ക്ഷണിച്ചതുപോലെ മാർത്തയും മറിയും മാർത്ത യേശുവിനെ ക്ഷണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് വരണമേ എന്ന് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നിങ്ങളുടെ ഭവനത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് പോകുവാൻ പ്രിയപ്പെട്ടവരെ? എൻ്റെ ഭവനത്തിലേക്ക് ഒന്ന് വരണമേ എന്ന് പറഞ്ഞാൽ യേശു നിങ്ങളോടൊപ്പം ഭവനത്തിലേക്ക് വരും പ്രിയപ്പെട്ടവരെ. ആ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു, അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നു. ലാസറിന് മരണം സംഭവിച്ചു. ആ ലാസർ ആത്മാവിൻ്റെ പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ. മാർത്ത ശരീരത്തിൻ്റെയും മറിയ ദേഹിയുടെയും പ്രതീകമാണ് പ്രിയപ്പെട്ടവരെ. ശരീരം ക്ഷണിക്കുകയാണ്, നീ എൻ്റെ ശരീരത്തിനുള്ളിലേക്ക്, എൻ്റെ ദേഹിയുടെ ഉള്ളിലേക്ക്, എൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരണമേ എന്ന് നമ്മുടെ നാവ് തുറന്ന് ക്ഷണിക്കണം യേശുവിനെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാവ് കൊണ്ട് ക്ഷണിക്കണം പ്രിയപ്പെട്ടവരെ. അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക്
തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവരും തന്നെ രക്ഷ പ്രാപിക്കും. അതേ പ്രിയപ്പെട്ടവരെ, എത്ര കഷ്ടകാലങ്ങൾ വന്നാലും നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നിനക്ക് സന്തോഷിക്കാം, നിനക്ക് രക്ഷയുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഈ സമയം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അറ്റ് ദാറ്റ് ടൈം മിഖായേൽ ദ ഗ്രേറ്റ് പ്രിൻസ് who protects your people will arise. There will be a time of distress such as has not happened from the beginning of nations until then. But at that time your people, everyone whose name is found written in the book, will be delivered. എന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എഴുതിയിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമുക്ക് എഴുന്നേറ്റ് പോകുവാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുമെന്നാണ് പ്രിയപ്പെട്ടവരെ വചനം. അതുകൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ സ്വർഗത്തിലെ അപ്പ, ഞങ്ങൾ ഇന്ന് പേരെഴുതുന്ന ദിവസമാകിയാൽ സ്തോത്രപ്പാം. ഞങ്ങളുടെ ഓരോരുത്തരെയും നിസ്സാരമായി ഞങ്ങളുടെ പേര് എഴുതി ചേർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണപ്പാം. സിംഹാസനത്തിന് മുമ്പിൽ സ്തുതിയും ആരാധനയും അർപ്പിക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ തന്ത്രികൾ പോലെയാണ് ദൂതന്മാരെന്ന് പ്രിയപ്പെട്ടവരെ. സിംഹാസനത്തിന് മുമ്പിൽ സ്തുതിയും ആരാധനയും അർപ്പിക്കുമ്പോൾ ദൈവം ഉപയോഗിക്കുന്ന സംഗീത ഉപകരണങ്ങളുടെ തന്ത്രികൾ പോലെയാണ് ദൂതന്മാർ എന്ന് പ്രിയപ്പെട്ടവരെ. കുഞ്ഞാടിന് ദൂതന്മാർ ഗാനങ്ങൾ നിരന്തരം അർപ്പിക്കുന്നു. അതെ, കുഞ്ഞാട് ആരാണ് പ്രിയപ്പെട്ടവരെ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നു, പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയാണ്. ആ കുഞ്ഞാടിന് ദൂതന്മാർ ഗാനങ്ങൾ നിരന്തരം അർപ്പിക്കുന്നു. സന്തോഷത്തോടെ വിശുദ്ധനായ യേശു എന്ന ദൈവപുത്രനെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലേക്കുള്ള കോണിപ്പടികളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധൻ 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 എന്ന ശബ്ദവും ആവർത്തിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, അതെ, സ്വർഗത്തിലേക്കുള്ള കോണിപ്പടികളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, സൂര്യനെ വെല്ലുന്ന ശോഭയോടുകൂടെ കുഞ്ഞാട് സിംഹാസനത്തിങ്കൽ രാജകീയ തേജസ്സോടെ നിലകൊള്ളുന്നു. അതെ, സൂര്യനെ വെല്ലുന്ന പ്രകാശത്തോടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ ഒരു കുഞ്ഞാടിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ സിംഹാസനത്തിന്റെ ജ്വാലയേക്കാൾ തേജസ്സുള്ളത് യേശുവിന്റെ വിശുദ്ധ മുറിവുകളാണ് പ്രിയപ്പെട്ടവരെ. ആ സിംഹാസനത്തിൽ ആ ജ്വാലയെക്കാളും, സിംഹാസനത്തിന്റെ അഗ്നിജ്വാലയെക്കാളും തേജസ്സുള്ളത് യേശുവിന്റെ വിശുദ്ധ മുറിവുകളാണ് പ്രിയപ്പെട്ടവരെ. ഈ മുറിവുകളാണ് മനുഷ്യവർഗത്തിന് നിത്യരക്ഷ നൽകിയത്. സ്വർഗത്തിൽ നടക്കുന്ന സ്വർഗീയ ആരാധനയുടെ മാറ്റൊലികൾ ഭൂമിയിൽ അകലെയായി മനുഷ്യർ ശ്രദ്ധിക്കുവാൻ തുടങ്ങി. അതേ, സ്വർഗത്തിലെ ആരാധനയുടെ ശബ്ദം ഈ കുഗ്രാമത്തിൽ ഈ നിസാരായ നമ്മൾക്ക് ശ്രദ്ധിക്കുവാൻ തക്കോണം നമ്മുടെ അരികിലേക്ക് വരികയാണ് പ്രിയപ്പെട്ടവരെ. നാം ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ സ്വർഗീയ രാജാവിന്റെ ആരാധന ശബ്ദം നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ആ ശബ്ദം, ഹല്ലേലൂയ. അവന്റെ തിരുമുറിവുകൾ തിളങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതെ, നമുക്ക് വേണ്ടി അടിയേറ്റതായ യേശുവിന്റെ മുറിവുകളെ കുറിച്ച് എനിക്ക് വർണ്ണിപ്പാൻ കൊതിയുണ്ട് പ്രിയപ്പെട്ടവരെ. കാരണം എൻ്റെ യേശുവിന്റെ തിരുമുറിവുകളിൽ നിന്ന് ഒഴുകിയ തിരുരക്തം ഒന്ന് മാത്രമാണ് എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. യേശുവിന്റെ മേലേറ്റതായ അടികൾ, ഹല്ലേലൂയ, അവന്റെ ശിരസിൽ മുൾമുടി വെച്ചത് പ്രിയപ്പെട്ടവരെ. ആ മുറിവുകൾ അവിടെ സ്ഫുലിംഗങ്ങൾ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ഒരു നിമിഷം സ്വർഗത്തിലേക്ക് ഒന്ന് കയറി ചെന്നാൽ കാണാം പ്രിയപ്പെട്ടവരെ. മനസ്സുകൊണ്ട് നമുക്കൊന്ന് പോകാം പ്രിയപ്പെട്ടവരെ സ്വർഗീയ തീരത്തേക്ക്. ആത്മാവിലൊന്ന് കടന്നു ചെല്ലുവാൻ നിങ്ങളൊന്ന് കൊതിക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മുടെ പ്രിയന്റെ മുറിവുകളെല്ലാം അന്ന് മിന്നി തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ ശിരസിൽ മുൾമുടിയാണ് വെച്ചത്. ശിരസിലേക്ക് ആ മുള്ളുകൾ ഇറങ്ങി ആഴ്ന്നിറങ്ങി പ്രിയപ്പെട്ടവരെ. അവന്റെ കണ്ണുകളിലേക്ക് ആ മുറിവുകൾ വന്നു. അവന്റെ മുഖത്ത് നിന്ന് രോമങ്ങളെല്ലാം വലിച്ചു പറിച്ചപ്പോൾ ഉണ്ടായ മുറിവുകൾ, ഹല്ലേലൂയ, യേശുവിന്റെ കണ്ണത്തടിച്ചു പ്രിയപ്പെട്ടവരെ. അവന്റെ മുഖത്ത് തുപ്പി, ഹല്ലേലൂയ. അവന്റെ ശരീരമെല്ലാം ചാട്ടവാറ് കൊണ്ട് കർത്താവേ വലിഞ്ഞ് അടിച്ചവർ മുറിവേൽപ്പിച്ചു. ആ മുറിവുകളെല്ലാം ഇന്ന് തിളങ്ങിയാണ് പ്രിയപ്പെട്ടവരെ. സൂര്യനേക്കാളും വലിയ തേജസ്സോടെ വെട്ടിമുടങ്ങുന്ന മുറിവുകൾ നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അവന്റെ കാലുകളിലേക്ക് കാരിരമ്പാണികൾ അടിച്ചു കയറ്റിയത് നിങ്ങൾക്ക് കാണാം പ്രിയപ്പെട്ടവരെ. അവിടെ കാണുന്ന അവന്റെ മുറിവുകൾ, ഹല്ലേലൂയ. അവന്റെ രണ്ട് കരങ്ങളിലും കാരിരമ്പാണികൾ അടിച്ച് ഏറ്റത് പ്രിയപ്പെട്ടവരെ. ആ മുറിവുകൾ ഇന്ന് വെട്ടി തിളങ്ങുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ സ്വർഗത്തിലെ ചില തേജസ്സിന് നമ്മുടെ മേൽ വെട്ടി മുന്നുകയാണ് പ്രിയപ്പെട്ടവരെ. അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ശരീരത്തിലാണോ രോഗം, നിങ്ങളുടെ ദേഹിയിലാണോ, ദേഹത്തിലാണോ, ആത്മാവിലാണോ രോഗം പ്രിയപ്പെട്ടവരെ, സൗഖ്യമാണ് പ്രിയപ്പെട്ടവരെ. രോഗത്തിന്റെ മേൽ നീ വലയണ്ട. നിനക്ക് ഒരു രോഗത്തിന്റെ മേലും നീ
അവന്റെ അടിപ്പിണരുകൾ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു എന്നാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു രോഗവും ഞങ്ങളെ വലയ്ക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം കർത്താവായ യേശു ക്രിസ്തു രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തര്. അതുകൊണ്ട് നാം രോഗത്തിന്റെ മേൽ ജയമുള്ളവരാണ്, പിശാചിന്റെ മേൽ ജയമുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ജയിച്ച് മുന്നേറാം. കാരണം നമുക്ക് മുമ്പേ പോയവൻ സകലതിനെയും ജയിച്ച് മുന്നേറിയവനാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി അവന്റെ വിശുദ്ധ മുറിവുകളാണ്, യേശുവിന്റെ വിശുദ്ധ മുറിവുകളാണ് മനുഷ്യവർഗത്തിന് നിത്യരക്ഷ നൽകിയത്. സ്വർഗത്തിൽ നടക്കുന്ന സ്വർഗീയ ആരാധനയുടെ മാറ്റുള്ളികൾ ഇന്ന് ഭൂമിയിൽ അകലെയായി മനുഷ്യർ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതെ, ഈ ഭൂമിയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇന്ന് നാം ഇപ്പോൾ ഈ സമയം നമുക്കാണ് ആരാധിക്കാനുള്ള സമയം പ്രിയപ്പെട്ടവരെ. സ്വർഗത്തിലെ ദൈവത്തെ ആരാധിക്കാൻ നിസാരരായ ഈ ദേശത്ത് എത്രയോ ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ. അവരെല്ലാം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണമെന്നാണ് അടിയങ്ങളും ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ. നമ്മോട് ചേർന്ന് അവർക്കും ആഗ്രഹിക്കുക, ആരാധിപ്പാൻ തക്കവണ്ണം അവരുടെ മനസ്സ് വിശാലമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. നിസാരരായ പൊടികളായി നമുക്ക് കർത്താവെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ മാറ്റൊലി കേൾക്കുവാൻ തക്കവണ്ണം, ആ സ്വർഗീയ ആരാധനയുടെ മാറ്റൊലി ഈ നിസാരമായ ഈ കുഗ്രാമത്തിൽ ഈ എളിയവരായി ഞങ്ങൾക്ക് കർത്താവെ നീ കേൾപ്പിച്ച് തരുന്നതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. സ്വർഗത്തിലെ ദൂതന്മാരോട് ചേർന്ന് സ്വർഗത്തിലെ അപ്പനെ ആരാധിക്കുന്ന ആ മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണപ്പാ. അടുത്തായി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 13-ാം വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന്. അതെ, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്ന് പ്രിയപ്പെട്ടവരെ. അതെ, ഈ ഭൂമിയിലാണ് നാം, ഭൂമിയിലിരിക്കുന്നു, സ്വർഗത്തിൽ ആരാധന നടക്കുന്നു. ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും, അതേ പ്രിയപ്പെട്ടവരെ, സകല സൃഷ്ടികളും ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ തൻ്റെ മോഹന സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തെ ആരാധിപ്പാൻ ഇന്ന് സമയമില്ല പ്രിയപ്പെട്ടവരെ. നിന്റെ സമയം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ദൈവത്തോട് പറയുക, കർത്താവെ, ഇന്നു മുതൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുമെന്ന്, നിനക്ക് സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റുമെന്ന്, നിനക്ക് ഹല്ലേലൂയ ഗീതങ്ങൾ ഞങ്ങൾ പാടുമെന്നൊരു തീരുമാനം എടുക്കാമോ പ്രിയപ്പെട്ടവരെ? അതിന് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. Then I heard every creature in heaven and on earth and under the earth and on the sea and all that is in them, singing to him who sits on the throne and to the Lamb be praise and honor and glory and power for ever and ever. അതേ പ്രിയപ്പെട്ടവരെ, എവർ ആൻഡ് എവർ കർത്താവിന് മഹത്വവും സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ തക്കോണം നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമായി പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു തന്റെ വിലയേറിയ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങാതിരുന്നെങ്കിൽ നാം ഘോര അന്ധകാരത്തിൽ പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ. അതെ, യേശു തന്റെ രക്തം ചിന്തിയില്ലായിരുന്നു എങ്കിൽ നാം എല്ലാം ഘോര അന്ധകാരത്തിൽ ദുഷ്ടപിശാചിന്റെ അടിമത്തത്തിൽ നാം പോകുമായിരുന്നു പ്രിയപ്പെട്ടവരെ. നാം നിത്യമായി നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. എന്നാൽ ദൂതന്മാർ അങ്ങനെയായിരുന്നില്ല. അവർ ശുദ്ധരും പാപരഹിതരുമായിരുന്നല്ലോ. ദൂതപ്രഭുക്കളും ദൂതന്മാരുടെ ഗായക സംഘവും ഒരുമിച്ച് ദൈവത്തിന് തന്റെ രാജ്യത്തിലുള്ള മഹത്വത്തെയും തേജസ്സിനെയും ലോകത്തോട് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതേ, ദൂതന്മാരാണ് ദൈവത്തിന്റെ തേജസ്സും മഹത്വത്തെയും കുറിച്ച് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ അവർ സമ്പൂർണ്ണ സംതൃപ്തി കണ്ടെത്തുന്നു. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ദൂതന്മാർ സംതൃപ്തി കണ്ടെത്തുന്നത്? ദൈവത്തിലാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് സംതൃപ്തി വേണമോ? ഈ ഭൂമിയിൽ എന്തെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാലും നമുക്ക് സംതൃപ്തി ലഭിക്കുകയില്ല. നമുക്ക് സംതൃപ്തി ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ മാത്രമേ സംതൃപ്തി ലഭിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. ദൂതന്മാർ സംതൃപ്തി കണ്ടെത്തുന്നത് ദൈവത്തിൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ അവർ സമ്പൂർണ്ണ സംതൃപ്തി കണ്ടെത്തുന്നു. ദൈവത്തിന്റെ മുഖത്തെ കാണുന്നതിൽ അവർ സന്തോഷിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമുക്ക് ദൈവത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ? എപ്പോഴും ദൈവത്തിന്റെ മുഖം കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? ദൈവത്തിന്റെ മുഖത്തെ കാണുന്നതിൽ അവർ സന്തോഷിക്കുന്നു. അത് അവരുടെ പദവിയാണ്. വരുവാനിരിക്കുന്ന ലോകത്തിൽ ഹൃദയശുദ്ധിയുള്ളവർക്ക്, അതായത് ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ ഈ ആഴമേറിയ ആഗ്രഹം നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. അതേ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് സ്വർഗത്തിലെ ദൈവത്തെ ഈ ഭൂമിയിൽ വെച്ച് കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം പ്രിയപ്പെട്ടവരെ. അതായത് ശുദ്ധീകരണം പ്രാപിക്കണമെന്നാണ് പറയുന്നത്. ഈ ശുദ്ധീകരണം പ്രാപിച്ചവർക്ക് മാത്രമേ ഈ ആഴമേറിയ ആഗ്രഹം നിവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതേ, ദൂതന്മാരോട് ചേർന്ന് ദൈവത്തിന്റെ മുഖം കാണുവാൻ തക്കവണ്ണമുള്ള ഭാഗ്യം
സ്വർഗത്തിലെ ദൈവം നമുക്ക് തരണം പ്രിയപ്പെട്ടവരെയും. അതിന് വേണ്ടത് ശുദ്ധീകരണം പ്രാപിക്കണം, ഹൃദയശുദ്ധി അനുഭവിക്കണം എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ. എങ്ങനെ നമുക്ക് ഹൃദയം ശുദ്ധമാണോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കാം. അപ്പാ, എൻ്റെ ഹൃദയം ശുദ്ധമാണോ? നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെയായി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. അതേ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജനിച്ച ഒരു ശിശു നിങ്ങൾ തിരിഞ്ഞ ശിശുവിനെ പോലെയായി വരുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയുകയില്ല. ഹൃദയശുദ്ധിയുള്ളവരാണ് ഭാഗ്യവാന്മാർ. കർത്താവേ, ഞങ്ങൾക്ക് ഇന്നൊരു ശിശു ഹൃദയം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ശുദ്ധിയുള്ള ഒരു ഹൃദയം, അപ്പാ നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പുതിയ ഹൃദയം, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. അപ്പാ, സ്തോത്രം ദൈവമേ. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് ശുദ്ധിയുള്ള ഹൃദയം ലഭിച്ചുകൊണ്ട്, ഇന്ന് പുതിയ ഹൃദയം പ്രാപിച്ചുകൊണ്ട്, ഒരു ശിശു ഹൃദയം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ. അതിനായി സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പരിശുദ്ധാത്മാവാം ദൈവമേ, അപ്പാ ഈ ഭൂമിയിൽ നിസ്സാരരായി ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ടു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. കർത്താവെ, ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തെ കാണണപ്പാ, സ്വർഗത്തിലെ ദൈവത്തെ കാണണപ്പാ. അപ്പോൾ ഞങ്ങളുടെ അപ്പനെ കാണണം. ഹല്ലേലൂയ. അതിനാവശ്യമായിരിക്കുന്ന ഹൃദയശുദ്ധിയും ശുദ്ധീകരണവുമാണ് കർത്താവേ. അപ്പാ, നിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണപ്പാ. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ഒന്ന് കഴുകുവാൻ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തിനെ കഴുകണം, ഞങ്ങളുടെ മനസ്സിനെ കഴുകണം, ഞങ്ങളുടെ ഹൃദയത്തെ കഴുകണപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആത്മാക്കളെ കഴുകണം കർത്താവേ. അപ്പാ സ്തോത്രം. ഞങ്ങളുടെ ആത്മാക്കളെ കഴുകുവാൻ ഞങ്ങൾക്ക് കഴിവില്ലല്ലോ അപ്പാ. സ്തോത്രം. അവിടുത്തെ പരിശുദ്ധമാർന്ന രക്തത്തിൻ്റെ അത്ഭുത ശക്തിയുമായി ഹല്ലേലൂയ. ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് കർത്താവേ. അപ്പാ, പത്രോസിനോട് പറഞ്ഞതുപോലെ കർത്താവേ, ഇന്ന് ഞങ്ങളെ മുഴുവനായി ഒന്ന് കഴുകുവാൻ സ്വർഗമേ അവിടുന്ന് മനസ്സലിയണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ, ഞങ്ങളുടെ ആത്മാക്കളെ കഴുകണമേ കർത്താവേ. അപ്പോൾ ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഓരോ ആത്മാക്കളെയും നിന്റെ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. അപ്പോൾ ഈ ശബ്ദപരിധിയിലിരിക്കുന്ന ഓരോ ആത്മാക്കളെയും നിന്റെ ക്രൂശിൻ്റെ ചൂട്ടിൽ സമർപ്പിക്കുകയാണ് കർത്താവേ. അപ്പോൾ അവിടുത്തെ പരിശുദ്ധമാർന്ന ചോരയാൽ ഹല്ലേലൂയ, ആ പുണ്യാഹ രക്തത്താൽ, പരിശുദ്ധ രക്തത്താൽ അപ്പാ ഞങ്ങളിന്ന് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അപ്പോൾ ഹൃദയശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ഹൃദയശുദ്ധി ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറകളിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആലയത്തിൻ്റെ അകമെല്ലാം നിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു എന്ന് ഞങ്ങൾ വായിച്ച് കേട്ടതുപോലെ ഹല്ലേലൂയ. കർത്താവേ, കെരൂബുകളിന്മേൽ വസിക്കുന്ന മഹത്വം എന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് പകരുന്ന ദിവസമാകിയാൽ ഞങ്ങൾ നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ അപ്പനെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളെ ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ദൂതന്മാർ ഇറങ്ങി വരട്ടെ അപ്പാ. അവിടുത്തെ പരിശുദ്ധമാർന്ന രക്തവുമായി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ 2025 ആണ്ടിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ ഒന്ന് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾക്കൊരു ആഴമേറിയ ഒരു കഴുകൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ രക്തത്താലും അപ്പോൾ അവിടുത്തെ ആത്മാവിനാലും ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആത്മശരീര മനസ്സുകളെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിക്കാൻ മതിയായതായ രക്തമാകിയാൽ ഞങ്ങൾ അപ്പനെ സ്തുതിക്കുന്നു കർത്താവേ. അപ്പോൾ ആ രക്തത്തിൽ മാത്രമേ ഞങ്ങൾക്ക് ആശ്രയിപ്പാനുള്ളൂ യേശുവേ. നിന്റെ പരിശുദ്ധമാർന്ന രക്തം നിങ്ങളുടെ പാപങ്ങൾ കടുഞ്ചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ വെണ്മയായി തീരും. രക്താംബരം പോലെ അത് കടുഞ്ചുമപ്പായിരുന്നാലും വെണ്മയായി തീരുമെന്ന് കർത്താവേ. അപ്പോൾ നിന്റെ പരിശുദ്ധമാർന്ന രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ് കർത്താവേ. നിന്റെ ക്രൂശിൻ്റെ ചൂടി ഞങ്ങൾ കെട്ടിപ്പിടിക്കുകയാണ് കർത്താവേ. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ ഞങ്ങൾ ശരണപ്പെടുകയാണ് അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പാ, പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തവും അവിടുത്തെ തിരുമുറുകളെയും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. സ്വർഗരാജ്യത്തിൽ വെട്ടിത്തിളങ്ങുന്ന അവിടുത്തെ തിരുമുറുകൾ ഞങ്ങൾ കാണുകയാണ് കർത്താവേ. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടിനെ ഞങ്ങൾ കാണുകയാണ് അപ്പാ. ഹല്ലേലൂയ. അപ്പാ, നിന്റെ ഹൃദയത്തിൽ ഞങ്ങളൊന്ന് കയറി വന്നോട്ടെ അപ്പാ. ഹല്ലേലൂയ. അപ്പാ, നിന്റെ തുളയ്ക്കപ്പെട്ട ഹൃദയത്തിനുള്ളിൽ ഞങ്ങൾക്കുള്ളവിടമുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അപ്പാ, ഇന്ന് കടന്നു വന്ന ഓരോരുത്തരെയും നിന്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ അതിന് കടന്ന് ഒരുവൻ ആഗ്രഹിച്ചിട്ടും വരാതെ ഭവനങ്ങളിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. രോഗത്താൽ വളഞ്ഞു കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. കടഭാരങ്ങളാലും കർത്താവേ, ഞെരുക്കങ്ങളാലും വലയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ സ്തോത്രം ദൈവമേ, അവരെല്ലാം അവിടുന്ന് സൗഖ്യമാക്കുന്ന ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൂതന്മാരെ
സ്വർഗത്തിലെ അപ്പ റിലീസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ കഷ്ടത അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പിശാച് ശത്രുവായ പിശാച് കർത്താവേ ആളുകളെ വലയ്ക്കുവാൻ ശ്രമിക്കുന്ന നീ കാണുന്നല്ലോ. അവൻ്റെ തല നീ തകർത്തതിന് നന്ദി കർത്താവേ. അവൻ്റെ ആ ചെറിയ വാലിൻ്റെ അനക്കം കൊണ്ട് കർത്താവേ ഇന്ന് ജനം കഷ്ടതയിലായിരിക്കുന്നത് നീ കാണുന്നല്ലോ കർത്താവേ. അപ്പോൾ അവനെ നീ പൂർണ്ണമായും നശിപ്പിക്കുന്ന ദിവസമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ആ തീച്ചൂളയിൽ തള്ളിയിടുന്ന ദിവസമുണ്ടല്ലോ അപ്പ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമേ, അപ്പോൾ അവിടുത്തെ രക്തം ജയമെടുക്കുന്നതിന് നന്ദി, അവിടുത്തെ കുരിശ് ജയമെടുക്കുന്നതിന് നന്ദി കർത്താവേ. അപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്റെ കുരിശ് നാട്ടണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ ഈ നാളുകളിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ 2025 ഒരു ഉണർവിൻ്റെ വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങളോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ഈ 2025 കർത്താവേ സ്വർഗമേ, അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ ചെയ്യുന്ന വർഷമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കൂടി വരുമ്പോഴൊക്കെ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകുന്നതിന് നന്ദി അപ്പാ. സ്തോത്രം കർത്താവ്. ഈ സമയം എത്രയും നിന്റെ തിരുവചനം ഞങ്ങളെ കേൾപ്പിച്ചതിന് നന്ദി അപ്പാ. അവിടുത്തെ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവലാക്കിയതിന് നന്ദി കർത്താവേ. അനേക ഭാരങ്ങളാലും പ്രയാസങ്ങളാലും വളഞ്ഞു കഴിയുന്നവർക്ക് കർത്താവേ ഒരു സമാധാനം അയക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദൂതന്മാരെ അവിടെ നിന്ന് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ നാളുകളിൽ കർത്താവെ ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് കർത്താവെ. അവരുടെ ഓരോ അവസ്ഥകളിലും നീ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതം മടുത്ത് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവർക്ക് കർത്താവെ ജീവിതത്തിൽ പുതിയ പ്രത്യാശ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പരിശുദ്ധമാവാൻ ദൈവമേ, അവരോടൊപ്പം നീ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൂതന്മാരെ ഈ ഭൂമിയിലേക്ക് അയക്കണമേ. ദൈവ തേജസ്സിന്റെ പ്രതിഫലനം ഈ ഭൂമിയിൽ ഉള്ള അനേകർ അറിയുവാൻ തക്കോണം അവിടുത്തെ ദൂതന്മാർ കർത്താവെ തേജസ്സോടെ ഇറങ്ങി വരണം. അപ്പം ഈ ഭൂമിയിൽ മേൽ ഇറങ്ങി വരണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ തേജസ് നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വരണമേ എന്ന്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പാ. അപ്പോൾ ആ സ്വർഗരാജ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആദ്യം ഇറങ്ങി വരട്ടെ അപ്പാ. സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ചാൽ കർത്താവെ ഞങ്ങളിൽ സ്വർഗരാജ്യം തുടങ്ങട്ടെ. ഞങ്ങളിൽ നിന്റെ രാജ്യം സ്ഥാപിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സ്വർഗരാജ്യം സ്ഥാപിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടട്ടെ. മനുഷ്യ ഹൃദയങ്ങളിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടട്ടെ അപ്പാ. ഞങ്ങളുടെ ഈ രാജ്യത്ത് കർത്താവെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കർത്താവെ നിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ഈ കേരളം, കൊച്ചു കേരളത്തിൽ നിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടട്ടെ കർത്താവെ. ഞങ്ങളുടെ ഈ ചെറിയ ജില്ലയിൽ കർത്താവെ അപ്പാ ഹല്ലേലൂയ നിന്റെ രാജ്യം സ്ഥാപിക്കപ്പെടട്ടെ കർത്താവെ. അതിനായി നിന്റെ ദൂതന്മാരോട് അയക്കണമേ, നിന്റെ കോടാനുകോടി ദൂതന്മാർ. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ തേജസ് അയക്കുന്നതിന് നന്ദി അപ്പാ. ദൈവ തേജസ് ഇറങ്ങി വരട്ടെ അപ്പാ. ഹല്ലേലൂയ അപ്പാ. ദൈവ തേജസ് ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് യോഗ്യതയില്ല നിങ്ങൾ സമ്മതിക്കുന്നു അപ്പാ. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളൊന്നും നോക്കിയാൽ ഒരു നന്മയുമില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പാ. ഹല്ലേലൂയ. ഞങ്ങൾ ഏറ്റവും അധികം നിന്നെ വേദനിപ്പിച്ചവരാവുന്ന നിങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങൾ പലപ്പോഴും നിന്റെ കാലുകളിലേക്ക് കാരിരുമ്പാണികൾ അടിച്ചവരും, നിന്റെ കൈകളിലേക്ക് കാരിരുമ്പാണികൾ അടിച്ചവരും, നിന്റെ ഹൃദയത്തിലേക്ക് കുന്തം കൊണ്ട് കുത്തിയവരും കർത്താവെ, നിന്റെ പുറമെല്ലാം ഉഴവുചാല് പോലെ അടിച്ചവരും. ഹല്ലേലൂയ കർത്താവെ. അന്ന് യെരൂശലേമിലെ പടയാളികളായിരുന്നു നിന്നെ ഉപദ്രവിച്ചതെങ്കിൽ കർത്താവെ, ഈ നൂറ്റാണ്ടിൽ ഞങ്ങളാവുന്നല്ലോ അപ്പ നിന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചിട്ടുള്ളത് കർത്താവെ. നിന്റെ തിരുമുറുകൾക്ക് ഞങ്ങൾക്ക് അപ്പ ഒരു സമാധാനം ഞങ്ങൾ തന്നുകൊള്ളാം. ഇനി അപ്പനെ ഞങ്ങൾ വേദനിപ്പിക്കുകയില്ല എന്ന് ഞങ്ങൾ നിന്നോട് തീരുമാനം പറയുകയാണ് അപ്പ കർത്താവെ. ഇനി ഞങ്ങൾ നിന്നെ വേദനിപ്പിക്കുകയില്ല, നിന്റെ മുഖത്തേക്ക് ഞങ്ങൾ തുപ്പുകയില്ല കർത്താവെ. നിന്റെ താഴെ രൂപങ്ങൾ ഞങ്ങൾ വലിച്ചു പറിക്കുകയില്ല കർത്താവെ. നിന്റെ ശിരസിലേക്ക് ഞങ്ങൾ മുൾമുടി വയ്ക്കുകയില്ല എന്ന് ഞങ്ങൾ തീരുമാനം പറയുകയാണ് അപ്പ. ഹല്ലേലൂയ കർത്താവെ. അപ്പാ നിനക്കൊരു സമാധാനം നൽകുന്ന മക്കളായി ഞങ്ങൾ നിന്നുകൊള്ളാം അപ്പാ. നിന്നെ സ്നേഹിക്കുന്ന മക്കളായി ഞങ്ങൾ നിന്നുകൊള്ളാം കർത്താവെ. അപ്പാ സ്തോത്രം. നിന്നോടൊരു സ്നേഹം. ഹല്ലേലൂയ. യേശുവിനോടൊരു സ്നേഹം അപ്പൻ അതുമാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മളോട് ചോദിക്കുന്നത്. യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവയിലെല്ലാം അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അപ്പാ ഞങ്ങൾ നിങ്ങളുടെ ഓരോ നാവിൽ നിന്ന് അവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. അപ്പാ എനിക്ക് നിന്നോട് സ്നേഹമാണ് എന്ന്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നൊന്ന് കേൾക്കാൻ അവൻ കൊതിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ നാവിൽ നിന്നൊന്ന് പറയാമോ, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്? അത് മാത്രം മതി പ്രിയപ്പെട്ടവരെ. യേശു ഇന്ന് സന്തോഷവാനാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന സ്വർഗത്തിലെ അപ്പൻ, അപ്പാ എന്ന് വിളിപ്പാൻ കൊതിക്കുന്നവനായ ഒരു സ്വർഗത്തിലെ അപ്പൻ. ഹല്ലേലൂയ. ഒന്ന് നിങ്ങൾക്ക് നാവെടുത്ത് അപ്പാ എന്നൊന്ന് വിളിക്കാമോ പ്രിയപ്പെട്ടവരെ? ആ അപ്പനെ നിങ്ങൾക്കൊന്ന് ആരാധിക്കാമോ പ്രിയപ്പെട്ടവരെ?
ഹല്ലേലൂയ. ഈ ആണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ സ്വർഗത്തിലെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് ആരംഭിക്കാം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ കർത്തൃ ദിവസം തന്നെയോ നമുക്ക് ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തിനായി നമ്മളപ്പനെ സ്തുതിക്കുന്നു. കർത്താവെ, കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മാവിൽ വ്യവസ്ഥത കൊടുത്ത ദൈവമേ, ഞങ്ങൾക്കും ആത്മാവിൽ വ്യവസ്ഥത തന്ന് നിന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ തക്കോണം ഞങ്ങളുടെ ആത്മാവിൻ്റെ നാവിൻ്റെ കെട്ടുകളെല്ലാം അഴിയണമേ. ആത്മാവിൽ ജീവൻ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, സമൃദ്ധിയായ ജീവൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ അപ്പാ. സ്തോത്രം. ഞങ്ങൾ ആത്മാവിലൊന്ന് ആരാധിക്കട്ടെ അപ്പാ. നിത്യപരിശുദ്ധ പിതാവിനെ ഞങ്ങൾ ആത്മാവിലൊന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ അപ്പാ. ആത്മാവിലേക്ക് ജീവൻ തരണമേ. ഹല്ലേലൂയ. അവിടുത്തെ രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നു കർത്താവേ. നിന്റെ രക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് അവസാന തുള്ളി ചോര വരെയും ഞങ്ങൾക്ക് വേണ്ടി ഊറ്റി തന്നത് ഹല്ലേലൂയ ഞങ്ങൾക്ക് ജീവൻ തരുവാനാണല്ലോ അപ്പാ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ പരിശുദ്ധ രക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി ഒഴുകട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും യേശുവിൻ്റെ രക്തം ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. ആ രക്തം ഞങ്ങൾ ജീവൻ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ജീവനുള്ളതെല്ലാം യഹോവയെ സ്തുതിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓ ഇന്ന് ജീവനില്ലാത്തവരായി ആരെങ്കിലും ഈ കേൾക്കുന്നുണ്ടെങ്കിൽ അപ്പാ, ഹല്ലേലൂയ അപ്പാ, ഇന്ന് ജീവൻ പകരുന്ന ദിവസമാകിയാൽ നന്ദി കർത്താവേ. നിന്റെ രക്തത്തിലുള്ള അത്ഭുത ശക്തി വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി. ഓ യേശുവിൻ്റെ രക്തം നിങ്ങളെ ജീവിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ജീവൻ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ. ഓ നിന്റെ മരണം വ്യാപരിക്കുന്ന നിന്റെ രക്തം മാറി യേശുവിൻ്റെ രക്തം വ്യാപരിക്കുകയാണ്. നിന്റെ മാതാപിതാക്കളിൽ നിന്നുള്ള ബ്ലഡ് മാറുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓ രക്തം മാറ്റുന്ന അത്ഭുതമാണ് സ്വർഗത്തിലെ ദൈവം ചെയ്തു തരുന്നത്. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി ഒന്ന് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ നിന്റെ ജീവനുള്ള രക്തം. ഹല്ലേലൂയ. പുണ്യാഹ രക്തം. ഹല്ലേലൂയ. പരിശുദ്ധ രക്തം. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തം ഞങ്ങളുടെ സിരകളിൽ കൂടി ഒഴുകട്ടെ. ഞങ്ങളുടെ തലച്ചോറിൽ കൂടി ഒഴുകട്ടെ കർത്താവേ. ഞങ്ങളുടെ കണ്ണുകളിൽ യേശുവിൻ്റെ രക്തം തളിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ നാവിന്മേൽ യേശുവിൻ്റെ രക്തം കഴുകണമേ. ഹല്ലേലൂയ. അപ്പ ഞങ്ങളുടെ ചുണ്ടുകളിന്മേൽ, ഞങ്ങളുടെ ഹൃദയത്തിന്മേൽ, ഞങ്ങളുടെ അന്തരിന്ദ്രിയങ്ങളുടെ മേൽ യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ അപ്പ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുരട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കിഡ്നികളിന്മേൽ, ഞങ്ങളുടെ അന്തരിന്ദ്രിയങ്ങളിന്മേൽ ഹല്ലേലൂയ കർത്താവേ, ആന്തരിക അവയവങ്ങളിന്മേൽ ഹല്ലേലൂയ ചില സൗഖ്യങ്ങൾ ഉണ്ടാവുകയാണ് പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ രക്തം നിങ്ങളെ കഴുകുന്ന സമയം ഹല്ലേലൂയ ചില പാപബന്ധനങ്ങളെല്ലാം മാറുകയാണ്. ചില ഇരുട്ടിൻ്റെ അധികാരങ്ങളെല്ലാം നമ്മെ വിട്ട് നീങ്ങുകയാണ്. യേശുവിൻ്റെ രക്തത്തിൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരു അന്ധകാര ശക്തിക്ക് നിൽക്കുവാൻ കഴിയുകയില്ല പ്രിയപ്പെട്ടവർ. ഒരു രോഗാത്മാവിനെ നിൽക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിലും തിരുമുറിവുകളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിവുള്ള ഒരു ശക്തിയും ഇല്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഓ ആ രക്തവും ആ തിരുമുറിവുകളും ഒന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വിജയിപ്പിക്കുന്നതും വിടുവിക്കുന്നതും. ആ രക്തത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു അപ്പാ. ഞങ്ങൾക്ക് ആയുസ്സുള്ള നാളെല്ലാം കർത്താവേ നിന്റെ രക്തത്തെ ഞങ്ങൾ സ്തുതിക്കട്ടെ അപ്പാ. ഓ നിന്റെ തിരുമുറിവുകളെ ഞങ്ങൾ ചുംബിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. സ്വർഗത്തിൽ വിശുദ്ധ ദൂതന്മാർ നിന്റെ തിരുമുറിവുകൾ കണ്ട് നിന്നെ ആരാധിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുകയാണ് അപ്പാ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ഹല്ലേലൂയ ശബ്ദം ഞങ്ങളുടെ നാവിന്മേൽ വരച്ചു തരുന്നതിന് നന്ദി അപ്പാ. ഹല്ലേലൂയ. ഓ ആരാധിച്ച് അക്കരെ നാട്ടിലെത്തി കർത്താവെ നിന്നെ മുഖാമുഖം കണ്ട് നിന്നെ ആരാധിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ ഞങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് വിശുദ്ധിയെ തികച്ച്, വേലയെ തികച്ച് കർത്താവെ, നിന്റെ സ്തുതിയെ തികച്ച് കർത്താവെ ഞങ്ങൾക്ക് കടന്നു പോകാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ രാജ്യം എത്രയും വേഗം വരുവാൻ തക്കോണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പാ. ഓ അതിനായി സ്വർഗം ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. അതിനായി ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ. സ്വർഗത്തെ ചുമക്കുന്ന കർത്താവെ, ആ കിരൂബുകൾ നിന്റെ സിംഹാസനം ചുമന്നുകൊണ്ട് നടന്നതുപോലെ സ്വർഗത്തിലെ അപ്പനെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഓ ദൂതന്മാരോട് ചേർന്ന് കിരൂബുകളാക്കി ഞങ്ങളെയും മാറ്റണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കൾക്കും സ്വർഗത്തിലെ അപ്പന്റെ തേജസ് ചുമന്നുകൊണ്ട് നടക്കുവാൻ തക്കോണം അപ്പാ ഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ കൂടി കാണുന്നവരെയും കോഴിത്തിന്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന പോലെ ഓരോരുത്തരെയും പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൂതന്മാർ കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനെ ഇതാവുന്നു വഴി, ഇതിൽ നടന്നുകൊള്ളുവിനെന്നുള്ള ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ ഞങ്ങളുടെ ദേശത്തോട് മനസ്സറിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്മേൽ അനുഗ്രഹത്തിന്റെ മഴയും മഞ്ഞും പെയ്യിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ അവിടുന്ന് കടന്നു വന്നതിന് നന്ദി. ഞങ്ങൾ നിസ്സാരമായി ഞങ്ങളെ സന്ദർശിപ്പാൻ എഴുന്നള്ളി വന്നതിന് നന്ദി കർത്താവേ. യാതൊരു യോഗ്യതയും ഇല്ലാത്ത ഞങ്ങളെയും നീ കൂട്ടി വരുത്തിയതിന് നന്ദി അപ്പാ. സ്തോത്രം. അടിയങ്ങൾക്കായി ജീവൻ വെച്ച് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണം പിതാവേ. ആമേൻ. നമുക്ക് ആശീർവാദം. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും എന്നും നാളും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.